അസ്സലാമു ഗൈസ്, ടെക്നിക്സ് യൂട്യൂബ് ചാനലിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കലും കൂടി സ്വാഗതം. സിമ്മിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്മാർട്ട് വാച്ചിൻ്റെ ഒരു ഫുൾ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വാച്ചിൻ്റെ നെയിം കാണാൻ പറ്റും, TK4 അൾട്ര എന്നാണ് വാച്ചിൻ്റെ നെയിം വന്നിരിക്കുന്നത്. ബോക്സൊക്കെ അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ബോക്സിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ തന്നെ എഴുതിയിട്ട് കാണാൻ പറ്റും TK4 അൾട്ര. അതുപോലെ തന്നെ അതിൽ GPS അവൈലബിൾ ആണ്, 4G സപ്പോർട്ട് എന്ന് കാണിക്കുന്നു. ബട്ട് നമുക്ക് ഇതിൽ 5G സപ്പോർട്ടിങ് കിട്ടുന്നുണ്ട്. യൂട്യൂബ് വന്നിട്ടുണ്ട്, ഫേസ്ബുക്ക് അഥവാ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഗ്രാഫിക്കലായിട്ടുള്ള 2 ഇമേജും കാര്യങ്ങളൊക്കെ ബോക്സിൽ ആഡ് ചെയ്തു. ബോക്സിൻ്റെ സൈഡിൽ നമുക്ക് കാണാൻ പറ്റും ഫുൾ നെറ്റ്വർക്ക് കണക്ഷൻ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. അതുപോലെ വൈഫൈ ഉണ്ട്, വൈഫൈ യൂസ് ചെയ്യാൻ പറ്റും, ഹോട്ട്സ്പോട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഗോൾഡ് എഡിഷന് 4GB റാം അതുപോലെ തന്നെ 64GB റോം വരുന്ന ഒരു അടിപൊളി സ്മാർട്ട് വാച്ച് തന്നെയാണ് TK4 എന്ന ഒരു മോഡൽ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മെയിൻ ആയിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ബോക്സിൽ നമുക്ക് പരിചയപ്പെടുന്നത്. ബാക്ക് പാനൽ കാണാൻ പറ്റും, ബാക്ക് സൈഡിൽ ഇതിൻ്റെ സിം ഡ്രൈവ് യൂസ് ചെയ്യുന്ന രീതി കാണിക്കുന്നുണ്ട്. ജസ്റ്റ് മെയ്ഡ് ഇൻ ചൈനയുടെ പ്രൊഡക്റ്റാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് ബോക്സിൽ നമുക്ക് ജസ്റ്റ് പരിചയപ്പെടുത്താം. ജസ്റ്റ് ബോക്സ് ഒന്ന് ഓപ്പൺ ആക്കാം. ബോക്സ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് ഇൻ്റർഫേസ് നമുക്കൊരു യൂസർ മാനുവൽ വന്നിട്ടുണ്ട്. വാച്ചിൻ്റെ ഫുൾ കണക്റ്റിംഗ് സെറ്റിംഗ്സ് ആണ്, എങ്ങനെ നമുക്ക് സിം യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ആപ്ലിക്കേഷനിൽ കണക്ട് ചെയ്യേണ്ട രീതി കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ്റെ QR കോഡ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ ഇന്ത്യയിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, എന്താ എറർ ഇഷ്യൂ കാണിക്കുന്നുണ്ട്. then നമുക്ക് ബോക്സിൽ നമുക്ക് 2 സ്ട്രാപ്പാണ് ഇൻബിൽഡ് ആയിട്ട് വരുന്നത്. ഒരു ഓറഞ്ച് കളർ സ്ട്രാപ്പ് ഉണ്ട്, ഇത് ഓഷ്യൻ ലൂപ്പിൻ്റെ സ്ട്രാപ്പാണ് ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി വരുന്നത്, അത്യാവശ്യം നോർമൽ ക്വാളിറ്റിയാണ്, നല്ല ഹൈ ക്വാളിറ്റി വരുന്നത്, നോർമൽ ക്വാളിറ്റി തന്നെ ഒരു ഓറഞ്ച് സ്ട്രാപ്പ് ഉണ്ട്. then നമുക്ക് ഇതിൻ്റെ ഒരു 2 പിൻ മാഗ്നറ്റിക് വരുന്ന മോഡൽ വരുന്ന ഒരു ചാർജിങ് കേബിളാണ് കൂടെ വന്നിരിക്കുന്നത്. ജസ്റ്റ് അതിൻ്റെ ബാക്ക് പാനൽ ആഡ് ചെയ്യാൻ പറ്റും. then നമുക്ക് ബ്ലാക്ക് കളർ വരുന്ന അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്ന ഒരു ഓഷ്യൻ ലൂപ്പിൻ്റെ ഒരു സ്ട്രാപ്പും വന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ഡിവൈസാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ TK4 അൾട്ര എന്ന ഈ ഒരു ഡിവൈസ്. ജസ്റ്റ് പ്രൊട്ടക്ഷൻ കവർ ഞാൻ റിമൂവ് ചെയ്യുന്നു. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് സീരിയൽ നമ്പർ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ സീരിയൽ നമ്പർ. നെക്സ്റ്റ് നമുക്ക് വാച്ച് ഡിവൈസ് ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, ബെസറും കാര്യങ്ങളും പക്കായിട്ടുള്ള അടിപൊളി ഒരു ഫിനിഷിൽ വരുന്ന അടിപൊളി സ്മാർട്ട് വാച്ചിനാണ് TK4 അൾട്ര എന്ന ഒരു മോഡൽ സ്മാർട്ട് വാച്ച് വന്നിരിക്കുന്നത്. അപ്പോൾ കയ്യിലൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ ഹാൻഡ് ഒരു ഫീൽ തന്നെയാണ്. നോർമലി കൂടുതൽ വെയിറ്റും കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് നല്ല തിങ് ആയിട്ടുള്ള ഒരു ബെസൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്പ്ലേ LCD ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. സൈഡിൽ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും ഇതിൻ്റെ ഒരു പവർ ബട്ടൺ വന്നിട്ടുണ്ട്, എക്സ്ട്രാ ഒരു പവർ ബട്ടൺ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ്ട്രാ ഒരു മൈക്കിൻ്റെ ഗ്യാപ്പ് 4 ഡോട്ട് ഹോൾ ആപ്പിൾ വാച്ചിൽ വരുന്ന പോലത്തെ ഒരു ഫീച്ചറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും താഴെ ഭാഗത്ത് കാണാൻ പറ്റും നമുക്ക് ഇതിൻ്റെ സ്പീക്കറാണ്, ഒരു 3 ഡോട്ട് ഹോളിൽ വരുന്ന ഒരു സ്പീക്കർ വന്നിട്ടുണ്ട്. സൈഡിൽ കാണാൻ പറ്റും ഇതിൻ്റെ സിം ഡ്രൈ, ഓറഞ്ച് കളർ വരുന്നത് സിം ഡ്രൈ ആണ്. ഈ ഒരു ഏരിയയിൽ നമുക്ക് ജസ്റ്റ് നഗട്ട് വലിച്ച് കഴിഞ്ഞാൽ നമുക്ക് സിം യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ ജസ്റ്റ് സിം ഇട്ടിട്ട് നമുക്ക് ഇൻപുട്ട് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഈ ഒരു മോഡൽ നമുക്ക് കാണാൻ പറ്റും. സിമ്പിളായിട്ട് നമ്മൾ സിമ്മും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് നമുക്ക് സിമ്മിൻ്റെ നമുക്ക് ഊരാം, അതുപോലെ തന്നെ ഇടാം. നല്ലൊരു ഫീച്ചർ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യം മെയിനായിട്ട് ഇതിൻ്റെ ഒരു ബോഡി ഡിസൈനിൽ നമുക്ക് മെയിനായിട്ട് പരിചയപ്പെടുന്നത് ജസ്റ്റ് ഒരു ഹോൾ വന്നിട്ടുണ്ട്. ആപ്പിൾ ഒറിജിനൽ അൾട്രയിൽ വരുന്ന രീതിയിലുള്ള ഒരു 4 ഡോട്ട് ഹോളാണ് അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ഒരു ഏരിയയിലാണ് സ്ട്രാപ്പ് നമുക്ക് ആഡ് ചെയ്യാം. ഈ ബാക്ക് പാനലൊന്ന് പരിചയപ്പെടാം. ബാക്ക് പാനൽ നമുക്ക് കാണാൻ പറ്റും 4 സ്ക്രൂ ഓപ്ഷൻ വന്നിട്ടുണ്ട്, QC സീൽഡ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിലാണ് ഇതിൻ്റെ മാഗ്നറ്റിങ് ഓപ്ഷൻ വന്നത്. അത്യാവശ്യം നല്ലൊരു പവറായിട്ടുള്ള ഒരു മാഗ്നറ്റിങ് എനിക്ക് കാണാൻ പറ്റും. വയർ ഇപ്പോൾ വാച്ച് നമ്മൾ എവിടെയെങ്കിലും കുത്തിച്ച് കൈ വീണ് കഴിഞ്ഞാൽ നല്ല മാഗ്നറ്റിക് ആയിട്ട് തന്നെ കറക്റ്റായിട്ട് നല്ല നിൽക്കുന്ന ഒരു രീതിയിലുള്ള ഒരു മാഗ്നറ്റിക് പവർ ഓപ്ഷൻ നമുക്ക് ഇതിൻ്റെ ചാർജിങ് ഓപ്ഷനിൽ നമുക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് സ്ട്രാപ്പ് ഒന്ന് ആഡ് ചെയ്യാം. ജസ്റ്റ് നമുക്ക് വാച്ച് ഓപ്പൺ ആക്കാനായിട്ട് സൈഡത്തെ ഒരു ബട്ടനാണ്. സൈഡത്തെ ബട്ടൺ ഒരു 3 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ നമുക്ക് വാച്ച് ഓൺ ആയി കിട്ടുന്നതാണ്. ഓക്കെ, നമുക്ക് കാണാൻ പറ്റും ഹലോ 5G എന്ന് കാണിക്കുന്നത്. 4G വരുന്ന വാച്ചാണെങ്കിൽ നമുക്ക് ബൂട്ടിങ് സമയത്ത് 5G സപ്പോർട്ടിങ്ങും ഈ ഒരു വാച്ചിൽ കാണിക്കുന്നുണ്ട്. TK4 4G വാച്ചാണെങ്കിലും പുതിയ അപ്ഡേഷനിൽ എന്തോ 5G സപ്പോർട്ടിങ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ബൂട്ടിങ്ങിനുള്ള ചെറിയ നോർമൽ ടൈം എടുക്കുന്നുണ്ട്. ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം ബൂട്ടിങ് ഓപ്പണിംഗ് എന്ന രീതിയിലുള്ള ഒരു ചെറിയ നോർമൽ ടൈം നമുക്ക് ഇതിൽ ബൂട്ടിങ്ങിനായിട്ട് എടുക്കുന്നുണ്ട്. എങ്കിലും വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു മോഡലിൻ്റെ ഡിസ്പ്ലേ വന്നിരിക്കുന്നത് LCD ഡിസ്പ്ലേ, നമുക്ക് OLED ഡിസ്പ്ലേയും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. LCD ഡിസ്പ്ലേ ആണ് നമുക്ക് സിം വരുന്ന യൂസ് ചെയ്യുന്ന സ്മാർട്ട് വാച്ചിൽ വരുന്നത്. സിം ഇടാൻ കാണിക്കുന്നത്, ഇൻസൈഡ് സിം കാണിക്കുന്നുണ്ട്. നമ്മൾ സിം ഇതിൽ യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റി കാണാൻ പറ്റുന്നത് LCD ഡിസ്പ്ലേ ആണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് വന്നിരിക്കുന്നത്. വാച്ച് വൈസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലൊക്കെ വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു AMOLED രീതിയിലുള്ള നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു മോഡൽ പ്രൊവൈഡ്. കാരണം അതിൽ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം സർവ്വ ആപ്ലിക്കേഷൻസ് നമുക്ക് യൂസ് ചെയ്യാനുള്ള ഫീച്ചറാണ്. അതുകൊണ്ട് തന്നെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി തന്നെ അവർ ഉൾപ്പെടുത്തിയിരുന്നു. ഓക്കെ, നമുക്ക് മുകളിൽ നിന്ന് അടിയിൽ സ്ലൈഡ് ചെയ്ത മെയിൻ കൺട്രോൾസ് നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും. നമുക്ക് ബ്രൈറ്റ്നസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ വൈഫൈ ഓപ്ഷൻ വന്നിട്ടുണ്ട്, ബ്ലൂടൂത്ത് വന്നിട്ടുണ്ട്, ഡു നോട്ട് ഡിസ്റ്റർബ് വന്നിട്ടുണ്ട്. സിം ഇട്ട് യൂസ് ചെയ്യുന്ന ഡാറ്റ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അവന് പവർ സേവിങ് മോഡ് വന്നിട്ടുണ്ട്. പിന്നെ എയറോപ്ലെയിൻ മോഡ് വന്നിട്ടുണ്ട്, ലൊക്കേഷനും വന്നിട്ടുണ്ട്. ലൊക്കേഷൻ നമ്മൾ ഓഫ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യം മെയിനായിട്ട് കൺട്രോൾ സെൻറ്ററിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. വാച്ച് വലത് ഭാഗത്ത് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു മെനു സ്റ്റൈലിലേക്കാണ് പോകുന്നത്. ഓക്കെ,
ഡുവൽ ടൈപ്പാണ്, 2 ടൈപ്പുള്ള മെനു സ്റ്റൈൽ ഉണ്ട്. ഇതുപോലെ തന്നെ 4 ആപ്പിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ 9 ആപ്പിൻ്റെ ഒരു ഡിഫറൻ്റ് ആയിട്ട് വരുന്ന മെനു സ്റ്റൈൽ ഉണ്ട്. മെനു സ്റ്റൈൽ ചേഞ്ച് ചെയ്യാൻ ജസ്റ്റ് സൈഡത്തെ ബട്ടൺ ഡബിൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെനു സ്റ്റൈൽ ചേഞ്ച് ആയിട്ട് ഇതുപോലെ 2 രീതിയിലുള്ള മെനു സ്റ്റൈലാണ് നമുക്ക് മെയിനായിട്ട് ഈ ഒരു മോഡലിൽ കാണാൻ പറ്റുന്നത്. ഇനി നമുക്ക് വാച്ചിൽ വരുന്ന ഫീച്ചേഴ്സ് ഒന്ന് പരിചയമാണ്. ഫസ്റ്റ് നമുക്ക് ഇതാ ഫോൺ ബുക്ക് വന്നിട്ടുണ്ട്, ഫോണാണ്. അതിൽ തന്നെ നമുക്ക് ഡയൽ പാഡ് വന്നിട്ടുണ്ട്. സിം ഇട്ട് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് വാച്ചിൽ തന്നെ കോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിൽ കോൾ ഹിസ്റ്ററി വന്നിട്ടുണ്ട്, മിസ്ഡ് കോൾസ് ഉണ്ട്, ഔട്ട് ഗോയിങ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻകമിങ് കോൾസ് എല്ലാം ലിസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് സിം ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സിമ്മിൽ വരുന്ന എല്ലാ കോളും കാരണം നമുക്ക് ഇവിടെ തന്നെ അറിയാൻ സാധിക്കും. അപ്പോൾ തന്നെ ചാറ്റ് ഓപ്ഷൻ വന്നിട്ടുണ്ട്, നമ്മുടെ S8-ലും അതുപോലെ തന്നെ TK5-ലൊക്കെ വന്ന പോലെ തന്നെ ചാറ്റ് ഓപ്ഷൻ ഉണ്ട്. പിന്നെ കോൺടാക്റ്റ് ആണ്, കോൺടാക്ട് നമ്പർ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല, കോൺടാക്റ്റ് എംപ്റ്റി ആണ് കാണിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് QR കോഡ് വന്നിട്ടുണ്ട്, അതോ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള QR കോഡാണ്. ഞാൻ പറഞ്ഞില്ല, ഈ QR കോഡ് സ്കാൻ ചെയ്ത ആപ്ലിക്കേഷന് ലിങ്ക് കിട്ടുന്നുണ്ട്, ബട്ട് നമുക്ക് ഈ ഒരു ആപ്പ് ഇന്ത്യയിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും, എന്തോ ബാൻഡ് ഇഷ്യൂ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഓപ്ഷന് നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്, മെസ്സേജാണ്, എല്ലാം എംപ്റ്റി ആണ്, നമ്മൾ സിമ്മും കാര്യങ്ങളും യൂസ് ചെയ്തിട്ടില്ല. ഇത് നമുക്ക് ഗാലറി കാണാൻ പറ്റും, ഗാലറിയിൽ തന്നെ നമുക്ക് ഫോട്ടോ കാര്യങ്ങൾ കാണാൻ പറ്റും, വീഡിയോ കാണാൻ പറ്റും. നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ നമുക്ക് MX Player ഡൗൺലോഡ് ചെയ്താൽ നല്ല കറക്റ്റ് ആയിട്ടുള്ള വീഡിയോ കാര്യങ്ങൾ കൺട്രോളിങ് ഓപ്ഷനൊക്കെ നമുക്ക് ഇതിൽ വന്നിട്ടുണ്ട്. അതുപോലെ ക്രോം ബ്രൗസ് വന്നിട്ടുണ്ട്. ക്രോം ബ്രൗസ് അല്ല, ഇത് സ്പെഷ്യൽ ഈ ഒരു മോഡൽ വാച്ചിൽ വരുന്ന ഒരു ബ്രൗസറാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റോപ്പ് വാച്ചർ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് പിന്നെ സ്റ്റോപ്പ് വാച്ചർ, നെക്സ്റ്റ് കലണ്ടർ നമ്മൾ നേരത്തെ കാണിച്ചു, സ്റ്റോപ്പ് വാച്ചർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അടിക്ക് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂസിക്കിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് മ്യൂസിക് കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. ഏകദേശം 64 GB സ്റ്റോറേജ് വരുന്നതുകൊണ്ട് നമുക്ക് മ്യൂസിക് കാര്യങ്ങൾ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ സൗണ്ട് റെക്കോർഡിങ് മ്യൂസിക് ഉണ്ടെങ്കിൽ സൗണ്ട് റെക്കോർഡിംഗ് ഉണ്ട്. അതിൻ്റെ ഫയൽ വന്നിട്ടുണ്ട്, ഫയൽ കാണാൻ പറ്റും. ഫയലിൽ നമുക്ക് മ്യൂസിക്, ഇമേജസ്, വീഡിയോസ് അങ്ങനെ ഇതിൽ അറിയാൻ പറ്റും. അപ്പോൾ തന്നെ ഇതിൽ ലോക്കൽ സ്റ്റോറേജിൽ കാണാൻ പറ്റും. 15 GB ഇൻ്റർണൽ യൂസ്ഡാണ്. നെക്സ്റ്റ് നമുക്ക് 64 GB നമുക്ക് ഈ ഒരു മോഡൽ സ്റ്റോറേജ് നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് സാധാ സ്മാർട്ട് വാച്ച് വരുന്ന പോലത്തെ രീതിയിൽ തന്നെ ഹാർട്ട് റേറ്റ് ചെക്ക് ചെയ്യാം. നമുക്ക് ഗ്രീൻ കളർ സെൻസറിൻ്റെ സഹായത്തോടെ നമുക്ക് ഹാർട്ട് റേറ്റ് ചെക്ക് ചെയ്യാൻ പറ്റും. സെൻസർ പക്ക വർക്കിംഗ് ഉണ്ട്, കാരണം നമ്മൾ ജസ്റ്റ് നമ്മളെ കൈ കാര്യങ്ങൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ സെൻസർ കറക്റ്റ് വർക്കിംഗ് കാണിക്കുന്നുള്ളൂ, അല്ല ഫേക്ക് ആയിട്ട് വരുന്ന രീതിയിലല്ല, നല്ല കറക്റ്റായിട്ട് രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സെൻസർ വർക്കിംഗ് എന്ന മോഡൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ആയിട്ട് ഫിറ്റ്നസ് വന്നിട്ടുണ്ട്. ഫിറ്റ്നസ് നമുക്ക് ടോട്ടൽ സ്റ്റെപ്പാണ്, കാരണം ഫിറ്റ്നസ് നമുക്ക് സ്പെഷ്യൽ ഫീച്ചറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഇതിൻ്റെ എടുത്ത് പറഞ്ഞാൽ അതിൻ്റെ സെറ്റിംഗ്സ് വളരെ ഡീപ്പായിട്ടുള്ള ഒരു ആൻഡ്രോയിഡ് സെറ്റിംഗ്സ് ആണ് ഇത് മോഡൽ കാണാൻ പറ്റും. നെറ്റ്വർക്ക് കണക്ഷനിൽ നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഓൾറെഡി ഇപ്പോൾ ഞാൻ എൻ്റെ ഫോണായിട്ട് കണക്റ്റഡാണ്, S20 കണക്റ്റഡ് ആയിട്ടുണ്ട്. പിന്നെ ഹോട്ട്സ്പോട്ട് വന്നിട്ടുണ്ട്, എയർപ്ലെയിൻ മോഡ് ഇവിടെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് കണക്ഷൻ ഡിവൈസ് ആണ്, ബ്ലൂടൂത്ത് വന്നിട്ടുണ്ട്. ക്രോം ബുക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റും. നിയർ ബൈ ഷെയർ, നമ്മുടെ ഫോണിൽ വരുന്നത് പോലെ തന്നെ നിയർ ബൈ ഷെയർ നമുക്ക് കാര്യങ്ങളൊക്കെ ഫയലും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചർ വന്നിട്ടുണ്ട്. പിന്നെ ആപ്പ് ആൻഡ് നോട്ടിഫിക്കേഷൻസ് ആണ്, ഇവിടെ തന്നെ നമുക്ക് ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് ഇതിൽ അറിയാൻ പറ്റും. MB കാര്യങ്ങൾ യൂസിങ്, പിന്നെ എന്തൊക്കെ നോട്ടിഫിക്കേഷൻ നമുക്ക് അലോ ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് ബാറ്ററിയാണ്, ബാറ്ററി നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നിലവിൽ യൂസ് ചെയ്ത് 44% നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എത്രയാണ് കാര്യങ്ങളൊക്കെ കൺട്രോളിങ്, അപ്പോൾ പവർ സേവിങ് മോഡലൊക്കെ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. ഒരു ബാറ്ററി സേവറിൽ തന്നെ കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഫീച്ചർ നമുക്ക് ഈ ഒരു മോഡൽ വന്നിട്ടുണ്ട്. ഡിസ്പ്ലേയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ബ്രൈറ്റ്നസ് നമ്മൾ 0-ലാണ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ സ്ലീപ്പ് ടൈം, പിന്നെ ഫോണ്ട് എത്ര ഡിഫോൾട്ട് ഞാനൊരു നോർമലാക്കി വെച്ചതാണ്. കൂട്ടാൻ മുതൽ ഫോണ്ട് വലുതാക്കി കാണുന്നതൊക്കെ വലുതാക്കി സെറ്റ് ചെയ്യാൻ പറ്റും. നോർമൽ നമ്മൾ ഇപ്പോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഫോണിൻ്റെ തന്നെ സ്പെഷ്യൽ ഫീച്ചർ, ഒരുപാട് ഫീച്ചർ വന്നിട്ടുണ്ട്. ഡിസ്പ്ലേ സൈസ് നമുക്ക് വലുതാക്കാനുള്ള ഫീച്ചർ നമുക്ക് വന്നിട്ടുണ്ട്. ജസ്റ്റ് കാണിക്കാം. ഇതുപോലെ നമുക്ക് ഏറ്റവും ചെറുതിലിട്ട് കഴിഞ്ഞാൽ ഡിസ്പ്ലേ സൈസ് നമുക്ക് ചാറ്റ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ വളരെ ചെറുതായിട്ട് നമുക്ക് ഇതിൽ തന്നെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഷട്ട് ഡൗൺ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓഡിയോ പ്രൊഫൈൽ വന്നിട്ടുണ്ട്, നമുക്ക് സൈലൻ്റ് ആക്കണോ, ജനറൽ ആക്കണോ, വൈബ്രേഷൻ അതിൻ്റെ ഔട്ട്ഡോർ കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റോറേജ് ഓപ്ഷൻ നമ്മൾ പരിചയപ്പെടുത്തി. ലോക്കൽ സ്റ്റോറേജ് നമുക്ക് 17 GB നമ്മൾ യൂസറാണ്. ബാലൻസ് സ്പേസ് നമുക്ക് കാണിക്കുന്നുണ്ട്. 64 GB ഇൻ്റർണൽ സ്റ്റോറേജ് ആണ് ഈ ഒരു മോഡലിൻ്റെ മെയിൻ പ്രത്യേകത. അപ്പോൾ തന്നെ 4 GB RAM ആണ് ഞാൻ ജസ്റ്റ് കാണിക്കുന്നുണ്ട്. 4 GB RAM. സെക്യൂരിറ്റിയിൽ നമുക്ക് കാണാൻ പറ്റും, ലോക്ക് ഓപ്ഷൻ വന്നിട്ടുണ്ട്, നോൺ ആണ്. പാസ്വേഡ് ലോക്കാണ്, നമുക്ക് ഇതിൽ നമ്പർ ടൈപ്പ് ചെയ്ത് നമുക്ക് പാസ്വേഡ് ലോക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് പാറ്റേണും കാരണം നമുക്ക് ഇതിൽ അവൈലബിൾ അല്ല, നോൺ സ്ക്രീൻ ലോക്ക് നമ്മൾ നോൺ ആക്കി വെച്ചിട്ടാണ്. സെക്യൂരിറ്റി ആൻഡ് ഗൂഗിൾ നമ്മുടെ സിസ്റ്റമാണ്. സിസ്റ്റത്തിൽ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഒരു സിസ്റ്റം ബാക്കപ്പ്, ലാംഗ്വേജ് കാര്യങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ ഒരു സിസ്റ്റം ആൻഡ്രോയിഡ് ഏതാ സിസ്റ്റം എന്ന് കാണിക്കുന്നുണ്ട്. 8.10 ആണ് ആൻഡ്രോയിഡ് സിസ്റ്റമാണ്. ഇപ്പോൾ ഈ വാങ്ങുന്ന അപ്ഡേഷൻ കാര്യങ്ങൾ ഇത് വന്നു കഴിഞ്ഞാൽ ഇതിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഡയറക്റ്റ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു ഫീച്ചറും കൂടെ നമുക്ക് ഈ ഒരു മോഡൽ അവൈലബിൾ ആണ്. പിന്നെ അബൌട്ട് വാച്ചിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് വാച്ചിൻ്റെ നെയിം, സ്റ്റാറ്റസ്, വയർലെസ് അപ്ഡേറ്റ് കാണാൻ പറ്റും, മോഡൽ നെയിം, ബാറ്ററി ഹെൽത്ത് കാര്യങ്ങൾ തന്നെ, അതുപോലെ തന്നെ IFC നമ്പർ, ബ്ലൂടൂത്ത് കണക്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ആൻഡ്രോയിഡ് വേർഷൻ വന്നിരിക്കുന്ന ഓറിയോ വേർഷൻ ജസ്റ്റ് കാണിക്കാം. ഡബിൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓറിയോ വേർഷൻ, ഓക്കെ. ഇതുപോലെ നമുക്ക് ഓറിയോ വേർഷനാണ് ഈ ഒരു മോഡൽ നമുക്ക് കാണാൻ പറ്റുന്നത്. നല്ല അത്യാവശ്യം ഓറിയോ നമ്മുടെ ഫോണിലൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു ഓറിയോ വേർഷൻ, നല്ല സ്മൂത്ത് ആയിട്ടുള്ള വർക്കിംഗ് ഓറിയോ വേർഷൻ തന്നെ നമുക്ക് ഈ ഒരു മോഡൽ കാണാൻ പറ്റുന്നുണ്ട്.
അപ്പോൾ എനിക്ക് നല്ലൊരു പെർഫെക്റ്റ് നല്ല ക്വാളിറ്റിയാണ്. പിന്നെ റാം കാണാൻ പറ്റും, 4GB റാം ക്വാളിറ്റിയാണ്. DW സീരീസിലാണെങ്കിൽ നമുക്ക് TK4 എന്ന രീതിയിലാണ്, ഈ ഒരു മോഡൽ നെയിമിലാണ് ഈ പ്രോഡക്റ്റ് ഇൻബിൽഡ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് മോർ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഏറ്റവും താഴെ മോർ ഓപ്ഷൻ വന്നിട്ടുണ്ട്. മോറിൽ നമുക്ക് ബ്ലോക്ക് അൺനോൺ കോൾസ് ആണ്, ഓട്ടോ ആൻസറിങ്, ചാർജിങ്, ഡിസേബിൾ കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ നമുക്ക് കൺട്രോൾ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല ഡീപ്പായിട്ടുള്ള സെറ്റിംഗ്സ് ഓപ്ഷൻ നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ തീംസ് ആണ് ഇതിൻ്റെ ഡയൽ സെറ്റിംഗ്സ് നമ്മൾ പരിചയപ്പെടുത്തി ഫസ്റ്റ് ടൈം ഇതിനെ കാണിച്ചു. then ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മെനു സ്റ്റൈൽ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇവിടെ തന്നെ സെറ്റ് ചെയ്ത് ജസ്റ്റ് കാണിക്കാം. ഓക്കെ, ഇതൊരു മെനു സ്റ്റൈൽ ബാക്ക്ഗ്രൗണ്ട്. ഇതുപോലെ നമുക്ക് മെനു സ്റ്റൈൽ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഡബിൾ ടൈപ്പ് ചെയ്താൽ നമുക്ക് മെനു സ്റ്റൈൽ ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് വാൾപേപ്പർ നമുക്ക് സെറ്റ് ചെയ്യാം. ഞാൻ ഡെസ്ക്ടോപ്പ് ബ്ലാക്കിൽ തന്നെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ രണ്ട് ഡിഫറൻ്റ് ആയിട്ട് വരുന്ന ഒരു മെനു സ്റ്റൈൽ ബാക്ക്ഗ്രൗണ്ട് വാൾപേപ്പറാണ് നമുക്ക് ഒരു മോഡൽ കാണാൻ പറ്റുന്നത്. നേരത്തെ പരിചയപ്പെടുത്തിയ രണ്ട് ഡെസ്ക്ടോപ്പ് സ്റ്റൈലാണ്. ഈ രണ്ട് സ്റ്റൈൽസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്കിതിൽ ഗൂഗിൾ അസിസ്റ്റൻറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിതിൽ കലണ്ടർ കാണാൻ പറ്റുന്നു. ഡേറ്റും കാര്യങ്ങളും നമുക്ക് ഫിക്സ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കലണ്ടർ ഓപ്ഷൻ വന്നിട്ടുണ്ട്. പിന്നെ ഗൂഗിൾ നമുക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഈ ഒരു മോഡൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ യൂട്യൂബ് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. നമുക്ക് ഇവിടെ തന്നെ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. എന്ത് കാര്യങ്ങൾ സെർച്ച് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒരു മെസ്സിൻ ജസ്റ്റ് സെർച്ച് ചെയ്തൊന്ന് കാണിക്കാം. ഓക്കെ, സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഇമേജിലേക്ക് ഒന്ന് മാറ്റുന്നത്. നമുക്ക് ഡിസ്പ്ലേ ക്വാളിറ്റി കാണിക്കാനാണ് ഞാൻ ജസ്റ്റ് സെർച്ച് ചെയ്ത്. ഓക്കെ, ഒരു മെസ്സിയുടെ ഫോട്ടോ എടുക്കുന്നതാണ്. ഇതുപോലത്തെ നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് ഡിസ്പ്ലേയിൽ നമുക്ക് ഈ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നല്ല ക്ലാരിറ്റി നമുക്ക് ജസ്റ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൂം ചെയ്ത് കഴിഞ്ഞാൽ പോലും നമുക്ക് അതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി അല്ലെങ്കിൽ ആ വീഡിയോയുടെ ക്വാളിറ്റി കുറയാം, അങ്ങനത്തെ ഇഷ്യൂ കാര്യങ്ങൾ വന്നിട്ട് നമുക്ക് അതുപോലെ തന്നെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇതിൽ കാണാൻ പറ്റും. ഡയറക്റ്റ് നമുക്ക് ലിങ്ക് ഉപയോഗിച്ച് യൂട്യൂബിലേക്ക് വരെ നമുക്ക് പോകാൻ പറ്റും. ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യാൻ പറ്റും. പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് എല്ലാ ആപ്ലിക്കേഷൻസും ഇവിടെ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം, യൂസ് ചെയ്യാൻ നല്ലൊരു ഫീച്ചർ തന്നെയാണ് നമുക്ക് ഈ ഒരു മോഡൽ. നമുക്ക് ഒരു പക്ക ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം തന്നെയാണ് ഈ TK4 അൾട്ര എന്ന ഈ ഒരു സ്മാർട്ട് വാച്ചിൽ നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ നമുക്ക് എല്ലാ ആപ്ലിക്കേഷൻസും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് കാൽക്കുലേറ്ററും കൂടെ ഒന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് കാൽക്കുലേറ്റർ നമുക്ക് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് യൂട്യൂബ് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാൽക്കുലേറ്റർ ഓണായി. ഇൻസ്റ്റാൾഡ് നമ്മുടെ യൂട്യൂബ് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് യൂട്യൂബ് നമുക്ക് പ്ലേ സ്റ്റോർ വഴി ഇൻസ്റ്റാൾ ചെയ്ത എല്ലാ ആപ്ലിക്കേഷൻസും നമുക്ക് ഇതിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോ പ്ലേ ചെയ്യിപ്പിക്കാം, വീഡിയോ ഷോർട്സ് നമുക്ക് കാണാൻ പറ്റും. എല്ലാം നമുക്ക് ഇതിൽ തന്നെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് നമ്മുടെ ചാനലൊന്ന് സെർച്ച് ചെയ്യുന്നു. നമ്മുടെ ചാനൽ വന്നിട്ടുണ്ട്. ഞാനൊരു വീഡിയോയും കൂടെ ഓപ്പൺ ആക്കുന്നുണ്ട്. ജസ്റ്റ് ഈ ഒരു വീഡിയോ TK5ൻ്റെ ആ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുന്നു. ആഡ് വന്നിട്ടുണ്ട്, സ്കിപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വോയിസ് നമ്മുടെ വാച്ചിൽ വരുന്ന ഒരു വോയിസ്, നല്ല ക്ലാരിറ്റിയുള്ള ഒരു വോയിസ് ഓപ്ഷൻ തന്നെ ഒരു മോഡൽ. നമുക്ക് ഇവിടെ തന്നെ ജസ്റ്റ് ആ സൈഡത്തെ ബട്ടൺ 3 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. വോയിസും കാര്യങ്ങളൊക്കെ കൂട്ടണമെങ്കിൽ കുറക്കാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ മോഡലിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. ഇതുപോലെ നമുക്ക് യൂട്യൂബും കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് നല്ല സ്മൂത്തായിട്ട് 4GB റാം വരുന്നത് കൊണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഹാങ്ങോ ലാഗോ കാര്യങ്ങളൊന്നും നമുക്ക് ഈ മോഡൽ വന്നിട്ടില്ല. നെക്സ്റ്റ് അതിൻ്റെ പ്ലേ സ്റ്റോർ വഴിയാണ് നമുക്ക് ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഫോണിലൊക്കെ രീതിയിൽ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത്. എല്ലാ ആപ്ലിക്കേഷനും നമുക്ക് ഇതിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. PUBG വരെ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. 4GB റാം വരുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. എങ്കിലും നല്ലൊരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത് അടിപൊളി ആൻഡ്രോയിഡ് സ്മാർട്ട് വാച്ചാണ് TK4 അൾട്ര. ഈ മോഡൽ സ്മാർട്ട് വാച്ചിന് നമുക്ക് വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. ഫേസ്ബുക്ക്, ഇൻസ്റ്റാ എല്ലാ ആപ്ലിക്കേഷനും നമുക്ക് ഇവിടെ തന്നെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഫീച്ചർ തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരു പ്രോഡക്റ്റ് നമ്മുടെ അടുത്ത് പുതിയൊരു സ്റ്റോക്ക് എത്തിയതാണ്. TK4 അൾട്ര സ്മാർട്ട് വാച്ച് എന്നാണ് ഈ ഒരു മോഡലിൻ്റെ നെയിം വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബാറ്ററി ബാക്കപ്പാണ് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവുക. ബാറ്ററി ബാക്കപ്പ് നോർമലാണ്. ഇതിൻ്റെ ബാറ്ററിക്ക് 700 mAh ബാറ്ററി പവറാണ് ഈ ഒരു മോഡേൺ അവൽ ഇൻബിൽഡ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നോർമലായിട്ടുള്ള ഒരു ആൻഡ്രോയിഡ് സിസ്റ്റമാണ് ഈ 700 mAh നമുക്ക് വർക്ക് ചെയ്തു. പിന്നെ നോർമൽ ബാറ്ററി ഒക്കെ നമുക്ക് 1 day ആണ് ബാക്കപ്പ് വരുന്നത്. ഇത് കണ്ടിന്യൂ ആയിട്ട് ലൊക്കേഷൻ വിത്തൗട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് 5 മണിക്കൂറൊക്കെയാണ് ബാക്കപ്പ് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളൂ. കൂടുതൽ ബാറ്ററി ബാക്കപ്പ് ഒക്കെ ഈ ഒരു മോഡൽ നിങ്ങൾ ഒരിക്കലും കരുതാൻ പാടില്ല. നോർമലായിട്ടുള്ള ബാറ്ററി ബാക്കപ്പാണ് ഈ ഒരു മോഡലൊക്കെ. എല്ലാ സ്മാർട്ട് ആൻഡ്രോയിഡ് സിസ്റ്റം വരുന്ന എല്ലാ വാച്ചുകളും അത്രേ വരുള്ളൂ. ബട്ട് നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുന്ന HK സീരീസിൽ വരുന്ന മോഡൽസ് കാര്യങ്ങളൊക്കെ നല്ല ബാക്കപ്പ് വരുന്നുണ്ട്. പക്ഷേ 2 days 3 days ഒക്കെ ബാക്കപ്പ് വരും. ബട്ട് നമുക്ക് ഈ ആൻഡ്രോയിഡ് സിസ്റ്റം നോർമൽ ബാക്കപ്പാണ് വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മോഡലിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മെയിനായിട്ട് നമ്മൾ പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഒരു പ്രോഡക്റ്റ് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് അടിയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്മൾ ബൈ ലിങ്ക് നമ്മുടെ വാട്സപ്പിലെ ലിങ്ക് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ലിങ്കുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റ് നമ്മുടെ വാട്സപ്പിലേക്കാണ് IR സ്റ്റോറിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് വാങ്ങാവുന്നതാണ്. വളരെ സിമ്പിൾ പ്രൈസാണ് ഈ മോഡൽ അവൈലബിൾ. അപ്പോൾ തന്നെ ഇതുപോലെ തന്നെ ആൻഡ്രോയിഡ് സിസ്റ്റം എന്ന ഒരുപാട് മോഡൽസിന് എല്ലാ മോഡൽസും നമ്മുടെ അവൈലബിൾ ആണ്. താല്പര്യമുള്ള താഴെ കാണുന്ന വാട്സപ്പ് ലിങ്കുമായി ബന്ധപ്പെട്ട് പ്രോഡക്റ്റ് വാങ്ങാവുന്നതാണ്. ഓൾ ഇന്ത്യ ഡെലിവറി നമ്മൾ ഷിപ്പിംഗ് നമ്മൾ ചെയ്യുന്നുണ്ട്. ക്യാഷ് ഓൺ ഡെലിവറി അതുപോലെ പേയ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. ക്യാഷ് ഓൺ ഡെലിവറി ആകുമ്പോൾ 200 രൂപ എക്സ്ട്രാ ചാർജ് വരും. പ്രീപെയ്ഡ് ആണെങ്കിൽ സെയിം റേറ്റ്
വാച്ചിലേക്ക് വാച്ചിന് എത്രയാണോ റൈറ്റ് അതിൽ ഫ്രീ ഷിപ്പിംഗ് നമ്മൾ ചെയ്ത് കൊടുക്കും. നമ്മൾ ഓൾ ഇന്ത്യ ഡെലിവറി നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ താഴെ കാണുന്ന വാട്സപ്പ് ലിങ്കുമായി ബന്ധപ്പെട്ട് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതിൻ്റെ ഇഷ്ടം സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.